സിനിമ ഒരു മനുഷ്യനെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരു സമൂഹത്തിന് അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. നിറം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ആൺ പെൺ സൗഹൃദങ്ങൾക്ക് വേർതിരിവില്ലാത്തൊരു കാലഘട്ടത്തെ ആ സിനിമ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ആ ഒരു സ്കൂൾ കാലഘട്ടങ്ങളിലായിരുന്നു. നമ്മൾ ആ സിനിമയൊക്കെ വളരെയധികം എൻജോയ് ചെയ്തിരുന്നു. സ്കൂളുകളിലും എന്താ പറയുക, കുട്ടികൾ, പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിലുള്ള സൗഹൃദങ്ങൾക്ക് അത് വഴിതിരിച്ചിട്ടുണ്ടായിരുന്നു. പ്രണയത്തെക്കാളും സൗഹൃദത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിന് ആ സിനിമയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും സിനിമ എന്ന് പറയുന്നത് സമൂഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു കാര്യമാണ്. അത് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവേചന ബുദ്ധിയുള്ള ഒരാളെങ്ങനെ ബാധിക്കുന്നു, അതേപോലെ തന്നെ വിവേചന ബുദ്ധിയില്ലാത്ത ഒരാൾ അതെങ്ങനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മാർക്കോ എന്ന് പറയുന്നൊരു സിനിമ വിവേചന ബുദ്ധിയില്ലാത്ത ഒരാളെ വളരെയധികം നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത എങ്ങനെയുണ്ടാവുന്നത്? അതിൽ കൊടുക്കുന്ന ആ ഒരു